നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അച്ഛാ, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. സർപ്രൈസോ? പുറത്തു പോയി നോക്കാനോ? നോക്കാം. ചാച്ചു, ചാച്ചു, ശാലിനി മോളെ. ചാച്ചു എപ്പോഴാ US വന്നേ? ഇന്ന് രാവിലെ ഫ്ലൈറ്റ് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പൊ തന്നെ ഗോപാലേട്ടൻ വിളിച്ച് നേരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അച്ഛൻ എനിക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ചാച്ചു വാ. ചാച്ചു വേഗം തിരിച്ചു പോകുന്നുണ്ടോ? ഓ, അവിടുത്തെ ജീവിതമൊക്കെ മടുത്തു മോളെ. ഒന്നും മിണ്ടാനും പറയാനും പോലും നമ്മളെ പോലെ ആരെയും കിട്ടില്ല. പെണ്ണുങ്ങളടക്കം എല്ലാവർക്കും ജോലിയുണ്ട്. എന്റെ കെട്ടിയവര് എന്നോട് ജോലിക്ക് പോകാൻ പറഞ്ഞു. എന്റെ ചേട്ടൻ അയാൾക്കേ 50 ലക്ഷവും 100 പവനും സ്ത്രീധനമായിട്ട് തന്നത് എന്നെ ജോലി ചെയ്യാൻ വിടാനല്ലെന്ന് ഞാൻ അയാളോട് പറഞ്ഞു. അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് ഞാൻ ഇങ്ങോട്ട് പോന്നു. അപ്പൊ അങ്കിളോ? ആ, വാശിയൊക്കെ മാറ്റി വെച്ചിട്ട് എന്റെ വഴിക്ക് വരുമോ നോക്കട്ടെ, എന്നിട്ട് തിരിച്ചു പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ഇല്ലെങ്കിൽ ചാച്ചു എന്റെ ഷാലിനി മോളുടെ കൂടെ ഇവിടെ കൂടും. അത് മതി. അങ്കിളിനോട് ചാച്ചുവിനെ തിരിച്ചു വിളിക്കാനേ ധൃതി കൂട്ടണ്ടെന്ന് പറയാം. എനിക്കാണെങ്കിൽ ഇവിടെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരാളും ഇല്ല. നിനക്ക് ഗോപാലേട്ടനോട് സംസാരിച്ചൂടെ? അച്ഛനൊരാണല്ലേ, പെണ്ണുങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ അച്ഛന് പറ്റുവോ? പണ്ടും എന്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ തുറന്നു പറയാറുള്ളത് ചാച്ചനോടല്ലേ? പിന്നല്ലാതെ. നാത്തവും പോയതിന്റെ ഒരു കുറവും വരുത്താതെയാ നിന്നെ ഞാൻ വളർത്തിയത്. ആ ഒരു സ്നേഹം നിനക്ക് എന്നോടുണ്ടെന്ന് എനിക്കറിയാം. അല്ല, എവിടെ പോയി എന്റെ ചേട്ടന്റെ മുടിയനായ പുത്രൻ? സഞ്ജു മുങ്ങി നടക്കുകയല്ലേ. കല്യാണത്തിന്റെ അന്ന് ഒളിച്ചോടി നാട്ടുകാരുടെ മുന്നിൽ അച്ഛനെയും കുടുംബത്തെയും അവൻ നാണം കെടുത്തി. ആ നാണക്കേടിന്ന് ഗോപാലേട്ടനെ രക്ഷിക്കാൻ ഗിരിക്ക് മഞ്ജുവിനെ കല്യാണം കഴിക്കേണ്ടി വന്നു അല്ലേ? അവൻ അച്ഛന് വേണ്ടിയാണോ അത് ചെയ്തതെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഗിരിക്ക് പണ്ട് മുതലേ മഞ്ജുവിനെയാണ് ഇഷ്ടമെങ്കിലോ പിന്നെ ഞാൻ അവന്റെ പുറകെ നടന്നിട്ട് കാര്യമില്ലല്ലോ. അച്ഛൻ പറഞ്ഞതുപോലെ അവരുടെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ ശാലിനി മോള് തന്നെയാണോ ഇത്? എനിക്കറിയാവുന്ന ശാലിനി നല്ല പുലിക്കുട്ടിയായിരുന്നു. ഒരു നരിന്ത് പോലീസുകാരിയോട് നീ തോറ്റോടാൻ പോവാണോ? ഞാൻ വളർത്തി വലുതാക്കിയ എന്റെ ശാലിനിക്ക് ആരെയും എങ്ങനെ നേരിടാനുള്ള ചങ്കൂറ്റുണ്ടായിരുന്നു. ആ ശാലിനിയുടെ ഒരു നിഴല് പോലും നിന്നെ ഞാൻ കാണുന്നില്ല. പൊരുതാൻ കരുത്തില്ലഞ്ഞിട്ടല്ല, എന്തിനു വേണ്ടി എന്നാണ് ചോദ്യം. ഗിരിക്ക് വേണ്ടി. കുട്ടിക്കാലം മുതല് നീ അവനെ മനസ്സിൽ കൊണ്ട് നടക്കുകയല്ലേ. അവനോട് നിനക്കുള്ളത് പ്രേമമല്ല, ഒരുതരം ഭ്രാന്ത. അവനെ നിനക്ക് കിട്ടിയില്ലെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ താളം തെറ്റും. അതുകൊണ്ട് ഒരു കാരണവശാലും അവനെ നീ വിട്ടുകൊടുക്കരുത്. അവനിപ്പോ മറ്റൊരുത്തിയുടെ ഭർത്താവാണ്. അതിന് നീ ആഗ്രഹിച്ച ജീവിതം തട്ടിയെടുത്തിട്ടാ ആ മഞ്ജു ജീവിക്കുന്നത്. അവള് ഗിരിയുടെ കൂടെ സന്തോഷത്തോടെ നിന്റെ കൺമുമ്പിൽ ജീവിക്കും. അതെല്ലാം കണ്ടു നിൽക്കാനാണോ നിന്റെ പരിപാടി? എന്തിനാ ഇവിടെ നിർത്തുന്നത്?
ഇനി അവർക്കൊരു കുഞ്ഞുണ്ടായ അതിന്റെ ചോറൂണിന് പായസം വിളമാനും കൂടി പോയിക്കോ. നാട്ടുകാർക്ക് കളിയാക്കി ചിരിക്കാൻ ഗോപാലേട്ടൻ ഒരു സന്തതിയെ കൂടി സംഭാവന ചെയ്തു എന്ന് കരുതിയാ മതി. നീയും നിന്റെ ചേട്ടനെ പോലെ തോൽവിയായല്ലോ മോളെ. ചാച്ചു, എന്റെ അടുത്ത് ഒച്ച വെച്ചിട്ട് കാര്യമില്ല. ഈ ദേഷ്യം കാണിക്കേണ്ടവരുടെ അടുത്ത് കാണിക്കണം. ഇക്കാലത്ത് ഒരു കല്യാണം കഴിഞ്ഞെന്ന് പറയുന്നതേ അത്ര വലിയ കുറവൊന്നുമല്ല. ഗിരിയും മഞ്ജുവും തമ്മിലുള്ള ബന്ധം തകർത്ത ഇനിയാണെങ്കിലും നിനക്ക് അവനെ സ്വന്തമാക്കാം. അതൊക്കെ നടക്കുമോ? നീ ഒറ്റയ്ക്ക് വിചാരിച്ച നടക്കില്ല. പക്ഷെ ഇപ്പൊ നിന്റെ കൂടെ ചാച്ചുണ്ട്. നമുക്ക് ആ ഗിരിയുടെ കുടുംബത്തിൽ കയറി കുത്തിത്തിരിപ്പുണ്ടാക്കി നശിപ്പിക്കണം. എന്നിട്ട് അവൻ എല്ലാം തകർന്ന് നിൽക്കുമ്പോ നീ അവന്റെ രക്ഷയ്ക്ക് വരണം, ഒരു മാലാഖയെ പോലെ. പിന്നെ ഗിരി നിന്നെ സ്വീകരിക്കുക മാത്രല്ല, ജീവിതകാലം മുഴുവൻ പൂജിക്കും. താങ്ക് യു ചാച്ചു. ഇപ്പഴാ എനിക്ക് ആ ഒരു പഴയ കോൺഫിഡൻസ് ഒക്കെ തിരിച്ചു കിട്ടിയത്. ചാച്ചു കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തും ചെയ്യാൻ പറ്റും. ഞാൻ മോളുടെ കൂടെ കട്ടയ്ക്കുണ്ടാവും. ചാച്ചു ഫ്രഷ് ആയിട്ട് വാ, ഞാൻ കഴിക്കാൻ ഇതിൽ എടുത്തു വെക്കാൻ പറയാം. ശരി മോളെ. എത്ര നാളായി മനസ്സറിഞ്ഞൊരു കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട്. അമേരിക്കയിൽ ഇത് വല്ലോ നടക്കോ? ഇപ്പോഴാ ഒരു സന്തോഷം കിട്ടിയത്. ഇവിടെ ഞാനൊരു കലക്കും. മതി. ഗുഡ് മോർണിംഗ്. ആ മുകുന്ദനോ? വാ. ഇന്ന് ഇടിയപ്പാടല്ലോ ഇവിടെ. കൊള്ളാം. നീ ഇരിക്കെ, ഞാൻ പ്ലേറ്റ് എടുക്കാം. ആ. അല്ല, നിങ്ങളൊക്കെ എന്താ മൂടോട്ടായിട്ടിരിക്കുന്നത്? ഒരു കല്യാണം നടന്ന വീടുപോലാണോ ഇത്? എന്താ ആർക്കും ഒരു സന്തോഷമില്ലാത്തത്? ഒന്ന് ചിരിക്കടോ. നീ അവിടെ മിണ്ടായിരുന്ന ആഹാരം കഴിക്കാൻ നോക്ക്. ഇവിടെ ആഘോഷിക്കാൻ പറ്റിയ അവസ്ഥയാണല്ലോ. ഇന്നലെ വീണ്ടും പ്രശ്നമായോ? ഇനി എല്ലാ ദിവസവും പ്രശ്നം ഉണ്ടാവും. അല്ല, മഞ്ജു എവിടെ? പുതുമണവാട്ടി മുകളിലായിരുന്നല്ലേ? അല്ല, ആദ്യമായിട്ട് വീട്ടിൽ വന്നിട്ട് അടുക്കളയിലൊന്നും കയറിയില്ലേ? ഇവരൊക്കെ നല്ല ഭക്ഷണപ്രിയരാ. ഇവരെ കയ്യിലെടുക്കാൻ പറ്റിയ വഴി ഫുഡാ. മഞ്ജു കഴിച്ചില്ലേ? ഇല്ലല്ലേ? നീ എന്തിനാ എന്നെ നോക്കുന്നത്? ഈ കുട്ടി വീട്ടിൽ വന്ന് കയറിയതല്ലേ ഉള്ളൂ. എല്ലാം ചോദിച്ചു വാങ്ങാൻ മടിയുണ്ടായിരിക്കും. നിങ്ങൾ വേണ്ടി അറിഞ്ഞു ചെയ്തു കൊടുക്കാൻ. ഇവൻ പറഞ്ഞതുപോലെ പ്രതീക്ഷിച്ചിരുന്നല്ലേ? പട്ടിണി കിടക്കത്തേ ഉള്ളൂ. എന്താ എന്താ ഇവിടെ സംസാരം?